ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 100% പേഴ്സണൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. എൻ്റെ ലൈഫ് അപ്ഡേറ്റ് ആണ്. കുറച്ച് വീഡിയോസ് ഒക്കെ മുന്നേ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ അത്രമാത്രം നല്ലൊരു ഹെൽത്ത് കണ്ടീഷനിലൂടെ അല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സർവൈവൽ എന്നോണം ഞാനിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റും തെറപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഫിസിക്കലി മെൻ്റലി അത്ര സുഖമില്ല, അതുകൊണ്ട് ഞാൻ മാറിക്കാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഇനി മാനേജ് ചെയ്യാൻ പോകുന്നത്, ജോലി ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ വീഡിയോ എന്താ ഇടാത്തെ, ഹെൽത്ത് എങ്ങനെയുണ്ടെന്നൊക്കെ കുറേ ആൾക്കാർ ഇഷ്ടത്തോടെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ലൈഫ് അപ്ഡേറ്റ് ആണ്. ഒന്നാമത്തെ കാര്യം, എൻ്റെ മൈക്ക് ഇടയ്ക്ക് വെച്ച് പൊട്ടിപ്പോയിട്ടുണ്ട്. സോ ഐ ആം യൂസിങ് മൊബൈൽ മൈക്രോഫോൺ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. നിങ്ങൾക്ക് വോയിസ് പഴയ ഒരു ക്ലാരിറ്റിയിൽ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവില്ല, ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കാം കേട്ടോ. ഇപ്പൊ കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് PMOS ഉണ്ട്, അതേപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട്, കാൽഷ്യം ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ സ്കാൻ എടുത്ത സമയത്ത് റൈറ്റ് സൈഡിൽ ഓവറിയിൽ കുറച്ച് ഫോളിക്യൂൾസും കുറച്ച് സ്വെല്ലും കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം 0.44 അങ്ങനെ എന്തോ ചെറിയ വളരെ ചെറിയ ഒരു സ്വെല്ലാണ് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് അധികം തന്നെ ഫോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ ഇതുള്ളത് കാരണം കൊണ്ട് PMOS ആവാം എന്നുള്ളതാണ്. കാരണം PMOS നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം കാര്യങ്ങൾ അവർ നോക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഹോർമോണിന്റെ കാര്യങ്ങൾ നോക്കാറുണ്ട്, മൂഡ്സ് നോക്കാറുണ്ട്, നമ്മുടെ ഫേഷ്യൽ ഹെയർ, പിമ്പിൾസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നോക്കാറുണ്ട്. അപ്പൊ എനിക്ക് ഹോർമോണൽ ഇംബാലൻസ് ഓൾറെഡി ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡ് ഓവറിക്കകത്ത് കുറച്ച് ഫോളിക്യൂൾസ് ഉണ്ട്. സോ PMOSന്റെ കാര്യം പറഞ്ഞു. പിന്നെ വൈറ്റമിൻ ഡി ഫസ്റ്റ് ടൈം ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് 5 താഴെയായിരുന്നു. പിന്നെ ചെക്ക് ചെയ്ത സമയത്ത് 3 അങ്ങനെ എന്തായിരുന്നു. ഞാൻ സപ്ലിമെന്റ്സ് എടുത്ത സമയത്ത് ഇത് ബാലൻസ്ഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 68ഓളം ആയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് സഡൻ ആയിട്ട് ഫോൾ ഡൗൺ ചെയ്തത്. അപ്പം ഇതിങ്ങനെ നമ്മൾ സപ്ലിമെന്റ് എടുക്കുമ്പോൾ അത് കൂടുന്നുണ്ട്, അത് കഴിഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഒറ്റയടിക്ക് ഫോൾ ഡൗൺ ആണ് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രശ്നം അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഇത്രയാണ് എൻ്റെ ഫിസിക്കലി ഉള്ള ബുദ്ധിമുട്ട്. അതല്ലാഞ്ഞിട്ട് നമുക്ക് ജന്മന കൂടപ്പുറപ്പായിട്ട് കിട്ടിയ പോലെ മൈഗ്രെയിന്, അതേപോലെ ഇയർ ബാലൻസ്, ബാക്ക് പെയിൻ, ഇപ്പോൾ മക്കളെ 2 പേര് സിസേറിയനും 2-3 സർജറി ഒക്കെ കഴിഞ്ഞുകൊണ്ട് ബാക്ക് പെയിന് കാര്യങ്ങളൊക്കെ അത് വേറെ കിടക്കുന്നുണ്ട്. അതല്ലാതെയുള്ള ഇപ്പൊ സഡൻ ആയിട്ട് എന്നെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ യൂട്രസിലുള്ള കല്ലപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഫോളിക്യൂൾസ് ആയിക്കോട്ടെ, നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് സെറ്റ് ആക്കാൻ പറ്റും എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ വർക്കൗട്ട്, നമ്മുടെ ഹെൽത്ത്, ഡയറ്റ് കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ട്രിഗർ ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ കുറച്ച് കാലം മുന്നേ ഉള്ളത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞാല് എനിക്കൊരു സിവിയർ ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാധനം എനിക്ക് ട്രിഗർ ആയിട്ടുണ്ട്, ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ട്രിഗർ ആയി. അപ്പൊ അത് ഇതിനെ വല്ലാണ്ട് അഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് സ്ട്രെസ് എടുക്കുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം, ഞാൻ ഒരുപാട് വർക്ക് ചെയ്യാന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു, കോഴ്സുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെയാണ് രാഷ്ട്രീയം. ആക്ച്വലി ഞാൻ രാഷ്ട്രീയം എന്നുള്ള രീതിക്കല്ല, ഞാനൊരു ഒരു സർവീസ് എന്നുള്ള നിലക്ക് മെമ്പറായ ഒരാളാണ്. പക്ഷേ അതിൽ ഓഫ് കോഴ്സ് രാഷ്ട്രീയം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ടോടുകൂടി നമ്മൾ ജയിക്കുമ്പോൾ രാഷ്ട്രീയം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്, ഇപ്പോൾ യൂട്യൂബിലുള്ള പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ് കമന്റ്സ്, അതേപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ് കമന്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇതെല്ലാം എന്നെ പ്രഷറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രഷറും അതേപോലെ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷനും അതേപോലെ നമ്മുടെ മെന്റൽ കണ്ടീഷനും അതും കൂടെ ആകുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഈ ട്രോമ ട്രിഗർ ചെയ്ത ടൈമിൽ എനിക്ക് പാനിക് അറ്റാക്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആണോ എന്ന്. അല്ല, ഞാൻ ക്ലിനിക്കലി ഡിപ്രസ്ഡ് അല്ല, എൻ്റെ ഡോക്ടേഴ്സ് തെറപ്പി എടുത്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ തെറപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഓവർ പ്രഷർ, ഓവർ സ്ട്രെസ് എടുക്കുന്ന സമയത്ത് ഈ PMOS അല്ലെങ്കിൽ PMOS തനിയുള്ള ആൾക്കാർക്ക് തന്നെ ഡിപ്രഷൻ്റെ ഒരുപാട് സയൻസ് കാണിക്കും. ഓവർ തിങ്കിങ് ഉണ്ടാവും, അതേപോലെ ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഉണ്ടായിരിക്കും, അതേപോലെ എപ്പോഴും സാഡായിരിക്കും, മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കും. ഇതേപോലെയാണ് വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലും ഓൾമോസ്റ്റ് നിങ്ങൾ ഡിപ്രഷനിലുള്ള ഒരു അവസ്ഥയിലേക്കൂടെയൊക്കെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഡിപ്രഷനിലോട്ട് തള്ളിവിടാനും ഇത് കാരണമാവാറുണ്ട് കേട്ടോ പലപ്പോഴും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പോലെ ആയിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇത്രത്തോളം ടെൻഷൻ ഉണ്ടല്ലോ, പിന്നെ എങ്ങനെ ഉറങ്ങാൻ പറ്റുക, ഇത്രയും കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുക, ഇത്രയും കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ നല്ല ഫുഡേ കഴിക്കുമെന്ന് വാശി പിടിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഹെൽത്തിനെ തീരെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഹെൽത്തിനും മൈൻഡിനും ഒരുമിച്ച്. പിന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഒരു റോങ് സജഷനാണ്, നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഓർ ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരില്ല എന്നുള്ളത്. ദാറ്റ്സ് എ കംപ്ലീറ്റ്ലി റോങ് സജഷൻ. കാരണം ഞാൻ ദീനിയായിട്ട് കുറച്ചും കൂടെ അള്ളാഹുമായിട്ട് അടുക്കണം എന്നുള്ളൊരു കാര്യത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഈ ഒരു ട്രോമ ട്രിഗർ ചെയ്ത ടൈമിലൊക്കെ ഞാൻ അത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മൈൻഡിനെ ഡിവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ടൈമും കൂടെ ആയിരുന്നു അത്. അപ്പം ആ സമയത്തൊക്കെ എൻ്റെ മെൻറ്റേഴ്സ് എന്ന് പറയുന്ന കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ അള്ളാഹുമായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഡിപ്രഷൻ വരില്ല, അല്ലെങ്കിൽ നമുക്ക് ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു കാര്യം സീരിയസ്ലി നിങ്ങൾ ഏത് മതവിശ്വാസിയാണെങ്കിലും അങ്ങനെയല്ല. നിങ്ങൾക്ക് ബോഡിക്ക് ഒരു അസുഖം വരുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഹോർമോൺസ് കാരണം കൊണ്ട് നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും. നിങ്ങൾ പീരിയഡ്സിലൊക്കെ ഉള്ള മൂഡ് സ്വിങ്സിനെ നോർമലൈസ് ചെയ്ത് കാണുന്നില്ല ഇപ്പൊ ആൾക്കാർ. അതേപോലെ തന്നെ നോർമലൈസ് ചെയ്യല, ഇറ്റ്സ് ഓക്കെ ടു ബി എന്നുള്ളത്, അത് ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. അതൊരു പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് ചുറ്റൂടി ഇരുന്നിട്ട് നീ നിനക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ നിന്റെ കെട്ടിയവനും വീട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അതുപോലും ഇല്ല, നീ ഉള്ള കാര്യത്തിൽ ഗ്രേറ്റ്ഫുൾ ആവണം എന്നൊക്കെ പറഞ്ഞാലും ഒന്നും ഇത് മാറൂല. നിങ്ങൾ അതിന് പ്രോപ്പറായിട്ട് തെറപ്പി എടുക്കുക, അല്ലെങ്കിൽ ഇപ്പൊ മെഡിസിൻ എടുക്കേണ്ടുന്ന കണ്ടീഷൻ ആണെങ്കിൽ മെഡിസിൻ എടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പൊ എൻ്റെ കാര്യത്തിൽ എനിക്ക് എൻ്റെ ഫിസിക്കൽ കണ്ടീഷനിൽ ഞാൻ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സപ്ലിമെന്റ്സ് ഉണ്ട്. നിലവിൽ സപ്ലിമെന്റ്സ്, വർക്ക്ഔട്ട്, അതേപോലെ പെയിൻ കില്ലേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ എനിക്ക് തന്നിട്ടുള്ളത്. പിന്നെ അപ്പോ ഒരു കോൾ എന്നാണ് കേട്ടോ. സോ എന്റെ ഫിസിക്കൽ ഹെൽത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ അതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഒബ്സർവേഷൻ എന്നുള്ള ഒരു നിലക്കാണ് കേട്ടോ. ഒരു 3 മന്തിനകത്ത് ഇത് ഓക്കെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ തനിയെ ചുരുങ്ങി പോവുക, അല്ലെങ്കിൽ എന്റെ കണ്ടീഷൻ ബെറ്റർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോളിക്യൂൾസിനെ അഡ്രസ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതേപോലെ കല്ലപ്പ് ഓട്ടോമാറ്റിക്കലി ചുമന്നാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഐ ആം നോട്ട് ഇൻ എ വെരി ബാഡ് കണ്ടീഷൻ. ഞാൻ അങ്ങനെ വലിയൊരു കണ്ടീഷനിലല്ല. എന്നാ ഈ പറയുന്ന വൈറ്റമിൻ ഡി ആണെങ്കിലും PMOS ആണെങ്കിലും ഉള്ള ആളുകൾക്ക് അറിയാം, ഒരു നിവൃത്തി ഉണ്ടാവില്ല. നമുക്ക് തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുക, അതേപോലെയാണ്. നമുക്ക് നല്ല സ്ട്രെസ് ഉണ്ടാവും, നല്ല ക്ഷീണം ഉണ്ടാവും, നല്ല ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പിന്നെ ഓക്കെ, ഇനി എൻ്റെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിലിട്ട് വരാം. ഈ ഒരു സാധനങ്ങളൊക്കെ എൻ്റെ ഹോർമോൺസിനെ എഫക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ട്രോമാസ് ട്രിഗർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഇവിടെ നിൽക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് എനിക്ക് പണ്ട് ചൈൽഡ്ഹുഡിൽ അബ്യൂസ് ഉണ്ടായിട്ടുള്ള ആ ഒരു സിനാരിയോ ആയിട്ട് കണക്ട് ആവുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഐ എം ഗെറ്റിംഗ് പാനിക് അറ്റാക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പാനിക് അറ്റാക്ക് ഒരു 1-2 ടൈംസ് ഉണ്ടായ സമയത്ത് ഒരു തവണ എന്റെ മൂക്കുന്ന് ബ്ലഡ് ചെയ്തു. അപ്പൊ മൂക്കുന്ന് എനിക്ക് ബ്ലീഡ് ചെയ്യുന്നത് എന്റെ സ്ട്രെസ് ഹൈ ലെവലിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് മൂക്കുന്നിടക്ക് ബ്ലഡ് വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ സമയത്ത് ഈ പാനിക് അറ്റാക്സ് ഉണ്ടാവുന്നത്, കൺസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവുന്നത്, അത് അത്ര നല്ല സുഖമുള്ള പരിപാടിയല്ല. സോ നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാണ്, ഐ മീൻ ഈ പറയുന്ന കാര്യങ്ങളായിട്ട് ഞാൻ എക്സ്പോസ്ഡ് ആകുമ്പോഴാണ് ഈ ട്രിഗേഴ്സ് ഉണ്ടാവുന്നത്. സോ എന്റെ തെറപ്പിസ്റ്റ് എൻ്റെ ഇത് പറഞ്ഞത്, എനിക്ക് ഇതല്ലാതെ ഒരു കംഫർട്ട് സ്പേസ് വേറെയും കൂടെ ഉണ്ട് എന്നുള്ളൊരു നിലക്ക് നിന്നിട്ട് നമ്മളെ മെന്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ട്രീറ്റ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനിലോട്ട് മൂവ് ചെയ്യാനാണ്. ആ ഒരു കാര്യത്തിന്റെ പുറത്താണ് ഞാനിപ്പോ മൂവ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഒരു കാര്യമുണ്ട്, എനിക്ക് അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പോ കോഴിക്കോട് ഒരു ഹോസ്റ്റലിൽ താമസിക്കാൻ തീരുമാനിച്ചു. റൂം എടുക്കാൻ പറ്റില്ല. നമ്മൾ തെറപ്പിക്ക് പോകുന്ന ടൈമിലൊക്കെ 1 or 2 ടൈംസ് നമ്മൾ റൂം എടുക്കുന്ന ടൈമിൽ ഒരു 1000 രൂപ 1500 രൂപ നമുക്ക് സ്റ്റേക്ക് വരും. ഇത് പറഞ്ഞാല് നമുക്ക് അത്രയും വരൂല. നമ്മുടെ ഫുഡ്, അക്കോമഡേഷൻ, ലോണ്ട്രി, വർക്ക്ഔട്ട്, ജിം ഉണ്ട് അവിടെ തന്നെ. അപ്പൊ നമ്മുടെ ലോണ്ട്രി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ പോകും. സോ നമുക്കത് വലിയ വിഷയമുള്ള കാര്യമില്ല. വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഹോസ്റ്റലാകുമ്പോൾ നടക്കും. ലേഡീസ് ഹോസ്റ്റലാണ് എടുക്കുന്നത്. സോ സേഫ്റ്റിക്കും വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ഐ ബി ഫൈൻ ദർന്ന് വിചാരിക്കുന്നു. പിന്നെ അവിടെ വർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഷൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ എന്റെ എല്ലാം എനിക്ക് നടക്കാൻ ഈ ഒരു ഹോസ്റ്റൽ ബെറ്റർ ആണെന്നുള്ളതുകൊണ്ട് ഞാൻ ഹോസ്റ്റൽ എടുത്തു. കാരണം എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ നാട്ടിൽ വരിക, നാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുക, നാട്ടിൽ നിന്ന് അങ്ങനെ 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 കളിക്കാൻ വയ്യ. അപ്പൊ നമ്മള് വീക്കിലി ഒരു 2-3 ദിവസം നാട്ടിൽ നിന്നിട്ട്, നാട്ടിൽ നിന്ന് അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് മാറിയേക്കാൻ പറ്റില്ല. അറിയാലോ, ഞാൻ മെമ്പറാണ്. അപ്പൊ എനിക്ക് പഞ്ചായത്തത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നാട്ടിൽ ഒരു 1-2 ദിവസം നിൽക്കേണ്ടി വരും. അപ്പോൾ മീറ്റിംഗ്സ് ഉണ്ടെങ്കിൽ മീറ്റിങ്ങിന് പോകേണ്ടി വരും. അപ്പൊ നമ്മുടെ പഞ്ചായത്തുമായിട്ട് ആളുകൾക്ക് ബന്ധമുള്ള കാര്യങ്ങളൊക്കെ ഒരുമാതിരിപ്പെട്ടൊക്കെ നമുക്ക് മൊബൈലിലൂടെ ഡീൽ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോലെ സാക്ഷ്യപത്രോ കാര്യങ്ങളൊക്കെ കൊടുക്കാനാണെങ്കിൽ പേപ്പർ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് കൊണ്ട് കൊടുക്കും, അവരെ വീട്ടിൽ കൊണ്ടു കൊടുക്കും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഞാൻ ചെയ്യേണ്ടുന്ന കാര്യമാണെങ്കിൽ തന്നെ ഇപ്പം പ്രസിഡന്റോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ഇന്ന ആൾക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന പ്രശ്നമുണ്ട്, ഇന്നത് സോർട്ട് ആവണം മാത്രം അറിഞ്ഞാൽ മതി. പക്ഷേ നമ്മൾ നിർബന്ധമായിട്ടും വരേണ്ടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അതേപോലെ നമ്മൾ നിർബന്ധമായിട്ട് പോയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടുന്ന മീറ്റിംഗ്സ് ഉണ്ടാവും. അതിലൊക്കെ നമ്മൾ എന്തായാലും ഒരു വീക്കിലി 2 or 3 days നമുക്ക് ഇവിടെ നിന്നേ പറ്റുള്ളൂ. അപ്പോൾ അതൊരു പ്രശ്നമുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ പറ്റില്ല. അപ്പൊ ഞാൻ വീക്കിലി 2 or 3 നമ്മൾ അവിടെ ഉണ്ടാവും, കോഴിക്കോട് ഉണ്ടാവും. കോഴിക്കോട്ടേക്കാണ് ഇപ്പൊ ഞാൻ മൂവ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. സോ കോഴിക്കോട് ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ നിലവിൽ വിചാരിക്കുന്നത്. നമ്മളിപ്പം മെമ്പറാണ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് കെയർ ചെയ്യാതിരിക്കാൻ പറ്റൂല, ചത്തു പോകാൻ പറ്റൂലല്ലോ. സിറ്റുവേഷൻ വളരെ വേഴ്സ്റ്റ് ആയിട്ട് വരും. അപ്പൊ അത് അഡ്രസ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് പ്രോപ്പറായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത്. പിന്നെ നമ്മുടെ വോള് കുറച്ച് കുട്ടികൾ മെസ്സി ആക്കിയിട്ടുണ്ട്. മെസ്സി ഒന്നല്ല, നല്ല ചളിയുണ്ട്. അത് ഇനി എപ്പോഴെങ്കിലും ഒന്ന് കഴുകി വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അത്രയൊക്കെയാണ് കേട്ടോ എനിക്ക് അങ്ങോട്ട് ഷെയർ ചെയ്യാനുള്ളത്. സോ യാ,
ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ വിശേഷങ്ങൾ ചോദിച്ച ആൾക്കാർക്ക് പറയാനുള്ളത്. ഇൻഷാ അള്ളാ നമുക്ക് അവര് പറഞ്ഞത് ഒരു 3 to 6 മന്തിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആവുമെന്നാണ്. ഇപ്പൊ നമ്മൾ എടുക്കുന്ന തെറപ്പി ആണെങ്കിലും അതേപോലെ ഈ പറയുന്ന ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും റെഡി ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ വിചാരിക്കുന്നുണ്ട് റെഡി ആക്കാൻ വേണ്ടിയിട്ട് എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കണം. നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.